ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ട് റെസിപ്പി ആയിട്ടാണ്. ഉലർത്തിയ പുട്ട്. ഈ ഒരു പുട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് അധികം ചേരുവകളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഉലർത്തിയ പുട്ട് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. ഈ ഒരു പുട്ട് തമിഴ്നാട്ടിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുട്ടുണ്ടാക്കാനായിട്ട് ഏതൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പുട്ടുപൊടിയാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. 1.5 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മസാല ആവശ്യമുണ്ട്. അതിനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരു കുഞ്ഞു സവാള പൊടിപൊടിയായി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ പകുതി മതിയാകും. അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളകാണ്. വറ്റൽമുളക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. വറ്റൽമുളക് ഞാനിവിടെ ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ടാകും. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ കുരു ഞാൻ കളഞ്ഞത് അധികം എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് നല്ല എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുരു കളയേണ്ട ആവശ്യമില്ല. ഇതിവിടെ മാറ്റി വെക്കാം. ആദ്യം തന്നെ നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെയാണ് പുട്ടുപൊടി നനച്ചെടുക്കാറുള്ളത്. ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കും. 1.5 കപ്പ് പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോ പുട്ടുപൊടിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പുട്ടുപൊടിക്ക് എങ്ങനെയാണോ വെള്ളത്തിൻ്റെ അളവ് അത് നോക്കിയിട്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെയല്ല എന്നാണെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പുട്ടുപൊടി നനക്കാറുള്ളത് അതുപോലെ നനച്ചെടുത്താലും മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വരെ ഇവിടെ അടച്ച് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. ഒരു പാന് ചൂടായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ല് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ 3 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞു വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 3-4 വെളുത്തുള്ളിയൊക്കെ എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു സവാളയാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വലിയ സവാളൊക്കെ ആണെങ്കിൽ പകുതി മതിയാകും. ഇനി നിങ്ങൾക്ക് സവാള ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ, കുറേ ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ വലിയ സവാള മുഴുവനായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. നല്ല മസാല വേണമെന്നുണ്ടെങ്കിൽ വലിയ സവാള മുഴുവനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ചേർത്ത് കൊടുക്കേണ്ട, കാരണം നമ്മൾ ഓൾറെഡി പുട്ടുപൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. പുട്ടുപൊടിയിലോട്ട് ഈ മസാല ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ് അധികമായി പോകാൻ പാടില്ല. നോക്കിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 4-5 വറ്റൽമുളക് കുരു കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൻ്റെ കുരു കളഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവുള്ള മസാലയാണ് വേണ്ടതെങ്കിൽ കുരു കളയേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ കുരു കളഞ്ഞ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി വഴറ്റിയിട്ട് ഈ വറ്റൽമുളകിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ആ ഒരു കുത്തലുണ്ടല്ലോ വറ്റൽമുളകിൻ്റെ, അതൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ആകുമ്പോൾ നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടും. കറിവേപ്പില കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഒത്തിരി സമയമൊന്നും വേണ്ട നമ്മുടെ ഈ ഒരു മസാല തയ്യാറാക്കാനായിട്ട്. എല്ലാം കൂടി കുറച്ച് സമയം മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്ര തേങ്ങ ഇഷ്ടമല്ല എന്നാണെങ്കിൽ 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചേർത്തതിന് ശേഷം അധികമൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ ഡ്രൈ ആയി പോകാൻ പാടില്ല.
തേങ്ങയുടെ ആ ഒരു നനവ് അങ്ങനെ തന്നെ വേണം. എല്ലാം ഒന്ന് ജസ്റ്റ് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം തേങ്ങയിൽ പിടിക്കുന്നത് പോലെ, ഈ മസാലയൊക്കെ തേങ്ങയിൽ നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു മസാലയുടെ ചൂട് പോകാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടി എന്തായെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പുട്ടുപൊടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർത്തിട്ട് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാകത്തിന് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പുട്ടുപൊടിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുട്ടുപൊടിക്ക് എത്ര വെള്ളമാണോ ആവശ്യം അത്രയും വെള്ളം ചേർത്തിട്ട് നനച്ചെടുത്താൽ മതി. വീണ്ടും വെള്ളം ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നനച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. 1 ടീസ്പൂൺ പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ എല്ലാ പുട്ടിൻ്റെ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല രുചിയും ഉണ്ടാവും. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നു എന്ന് വെച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓയിലിനേക്കാളും നെയ്യാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ നെയ്യ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ വേറെയും ചില പുട്ടിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള പാൽപ്പുട്ടിൻ്റെ വീഡിയോ നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടിയതാണ്. നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്. അതുമാത്രമല്ല അതേപോലത്തെ വേറെയും പുട്ട് റെസിപ്പീസൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലാന്നാണെങ്കിൽ ചാനലിൽ കയറിയിട്ട് കാണാവുന്നതാണ്. പുട്ടുപൊടി എപ്പോഴും ഇതുപോലെ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഇങ്ങനെ പൊടിക്കാനും പറ്റണം. ഇതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതുപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ തന്നെ നനച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ പുട്ടുപൊടി ചൂടോടുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പുട്ടുപൊടി ഒന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയ ചൂടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനത് ചേർക്കാത്തത് ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ പുട്ടിന് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല തയ്യാറാക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അധികം ശക്തി കൊടുത്തൊന്നും അധികം അമർത്തിയൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ലതുപോലെ ഈ പുട്ടുപൊടിയിൽ നമ്മുടെ മസാല ഒന്ന് മിക്സായി കിട്ടുന്നത് പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മസാല എല്ലാവരും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. പുട്ടുകുറ്റിയിലോട്ട് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ എത്ര തേങ്ങയാണോ എടുക്കാറുള്ളത് അത്രയും തേങ്ങ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാരണം കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല. നിങ്ങൾ എത്രയാണോ എടുക്കാറുള്ളത് അത്രമാത്രം എടുത്താൽ മതി. ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു, അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അമർത്തിയൊന്നും പൊടി ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പുട്ട് സോഫ്റ്റായിട്ട് കിട്ടില്ല. ചിരട്ടപ്പുട്ടിൻ്റെ മൗൾഡിലും നിങ്ങൾക്ക് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിങ്ങനെ അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. സാധാരണ പുട്ട് തയ്യാറാക്കാനായിട്ട് എത്ര സമയമാണ് എടുക്കാറുള്ളത് അത്രയും മതിയാകും ഈ ഒരു പുട്ടും തയ്യാറാവാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. ഈ പുട്ട് കഴിക്കാനായിട്ട് നമുക്ക് യാതൊരു കറിയുടെയും ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കറിയുടെയും ആവശ്യമില്ല. എത്ര സമയം കഴിഞ്ഞാലും ഈ ഒരു പുട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പുട്ട് ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും നമ്മുടെ ഈ ഒരു ഉലർത്തിയ പുട്ട് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടണേ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.